നമസ്കാരം സുഹൃത്തുക്കളെ, എന്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എഡ്യൂടെക്. കമ്പനി LGS പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാവുന്ന 100-ലധികം ചോദ്യങ്ങളും അനുബന്ധ വിവരങ്ങളുമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്ലാസ്സിലേക്ക് പോയാലോ? അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വെൽക്കം ടു ഹർഷിതം എഡ്യൂടെക് ഫാമിലി. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ലൈക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, കേരളത്തിലെ ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി ആരാണ്? കേരളത്തിലെ ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി ആരാ? ഡോക്ടർ എ ജയതിലക്. 50ാമത് ചീഫ് സെക്രട്ടറി ആണ് ഡോക്ടർ എ ജയതിലക്. അപ്പൊ 49ാമത് ചീഫ് സെക്രട്ടറി ആരാണ്? ശാരദാ മുരളീധരൻ. ശാരദാ മുരളീധരൻ ആണ് 49ാമത് ചീഫ് സെക്രട്ടറി. 48ാമത് ചീഫ് സെക്രട്ടറി ആരാണ് എന്ന് ചോദിച്ചാൽ വി വേണു ആണ്. വി വേണു. കേരള മുഖ്യമന്ത്രി ആരാണ്? പിണറായി വിജയനാണ്. 23ാമത് മുഖ്യമന്ത്രി. ഗവർണർ ആരാ? രാജേന്ദ്ര വിശ്വനാഥ ആർലേക്കർ. നിലവിലെ നിയമസഭാ സ്പീക്കർ ആരാണ്? AN ഷംസീർ ആണ്. 15ാം നിയമസഭയുടെ സ്പീക്കർ AN ഷംസീർ. നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കർ ആരാണെന്ന് ചോദിച്ചാൽ ചിറ്റയം ഗോപകുമാർ. ചിറ്റയം ഗോപകുമാർ. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. ISROയുടെ പുതിയ ചെയർമാൻ ആരാണ്? ഡോക്ടർ വി നാരായണൻ. ഡോക്ടർ വി നാരായണനാണ് ISROയുടെ പുതിയ ചെയർമാൻ. അപ്പൊ ഇന്ത്യയിലെ പ്രധാന പദവികളൊന്ന് ഓടിച്ചു നോക്കിയാലോ? ഇന്ത്യയിലെ നിലവിലെ രാഷ്ട്രപതി ആരാ? ദ്രൗപദി മുർമു, 15ാമത് രാഷ്ട്രപതി. ഉപരാഷ്ട്രപതി ആരാണ്? CP രാധാകൃഷ്ണൻ. CP രാധാകൃഷ്ണൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? 53ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് ജസ്റ്റിസ് സൂര്യകാന്ത്. ഇത് പ്രതീക്ഷിക്കാവുന്ന ചോദ്യമാണ്. ജസ്റ്റിസ് സൂര്യകാന്ത് എത്രാമത് ചീഫ് ജസ്റ്റിസ്? 53ാമത് ചീഫ് ജസ്റ്റിസ് എന്ന് തന്നെ ചോദിക്കും. അപ്പൊ 52ാമത് ചീഫ് ജസ്റ്റിസ് ആരാണ്? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഭൂഷൺ രാംകൃഷ്ണ ഗവായി അഥവാ BR ഗവായി ആണ് 52ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. 51ാമത് ചീഫ് ജസ്റ്റിസ് ആരാണ്? സഞ്ജീവ് ഖന്നയാണ്. സഞ്ജീവ് ഖന്ന. ഇലക്ഷൻ കമ്മീഷണർ, ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആരാണ്? ജ്ഞാനേഷ് കുമാർ. എത്രാമത് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ? 26ാമത് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ. വനിതാ കമ്മീഷൻ അധ്യക്ഷയുടെ പേരെന്താ? വിജയ കിഷോർ രഹത്കർ. വിജയ കിഷോർ രഹത്കർ ആണ് വനിതാ കമ്മീഷൻ അധ്യക്ഷ. മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാ? വളരെ ഇമ്പോർട്ടന്റ്, രാജ്കുമാർ ഗോയൽ. രാജ്കുമാർ ഗോയൽ ആണ് മുഖ്യ വിവരാവകാശ കമ്മീഷണർ. മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? വി രാമസുബ്രഹ്മണ്യൻ. വി രാമസുബ്രഹ്മണ്യൻ. കിട്ടിയോ? വി രാമസുബ്രഹ്മണ്യൻ. ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാ? തൃപ്തി ഗുർഹ. തൃപ്തി ഗുർഹയാണ് ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ. ലോക്പാലിന്റെ ചെയർമാൻ ആരാണ്? അല്ലെങ്കിൽ നിലവിലെ ലോക്പാൽ ആരാണ്? അജയ് മണിക്റാവു ഖാൻവിൽക്കർ. അജയ് മണിക്റാവു ഖാൻവിൽക്കർ. അറ്റോർണി ജനറൽ ആരാണ്? R വെങ്കിട്ടരമണി. R വെങ്കിട്ടരമണി. അപ്പോ 2 ചോദ്യത്തിൽ നിന്നായിട്ട് 25ഓളം ഫാക്ട്സ് കിട്ടിയില്ലേ? അപ്പൊ ഓർക്കുക, ചോദ്യം കേരളത്തിലെ ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി ഡോക്ടർ എ ജയതിലക്. ISROയുടെ പുതിയ ചെയർമാൻ ഡോക്ടർ വി നാരായണൻ. റിസർവ് ബാങ്ക് ഗവർണർ ആരാ? 26ാമത് ഗവർണറാണ് ഇപ്പോൾ. ആരാണ്? സഞ്ജയ് മൽഹോത്ര. സഞ്ജയ് മൽഹോത്ര. സഞ്ജയ് മൽഹോത്ര. CAG ആരാ? കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ സഞ്ജയ് മൂർത്തിയാണ്. സഞ്ജയ് മൂർത്തി. UPSCയുടെ ചെയർമാൻ ആരാ? അജയ് കുമാർ. ഇപ്പൊ ഒരുപാട് സ്ഥാനങ്ങളിൽ ആൾക്കാർ മാറിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്ന എല്ലാ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണ്. UPSCയുടെ ചെയർമാൻ അജയ് കുമാർ ആണ്. അജയ് കുമാർ. SBIയുടെ ചെയർമാൻ ചെല്ല ശ്രീവാസലു ഷെട്ടിയാണ് SBIയുടെ ചെയർമാൻ. അടുത്ത ചോദ്യം നോക്കാം. ദേശീയ കായിക ദിനമായി ആഘോഷിക്കുന്നത് എന്ന്? ഓഗസ്റ്റ് 29 ദേശീയ കായിക ദിനം. ഹോക്കി മാന്ത്രികൻ എന്നറിയപ്പെടുന്ന ധ്യാൻ ചന്ദിന്റെ ജന്മദിനമാണ് ഓഗസ്റ്റ് 29 ഇന്ത്യയിൽ ദേശീയ കായിക ദിനമായി ആഘോഷിക്കുന്നത്. ഇനി കുറച്ച് PYQs ഒന്ന് ഓടിച്ചു നോക്കാം. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വനഭൂമിയുള്ള സംസ്ഥാനം ഏതാണ്? മധ്യപ്രദേശ് ആണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനഭൂമിയുള്ള സംസ്ഥാനം എന്നോർക്കുക. പൂർവതീര റെയിൽവേയുടെ ആസ്ഥാനം എവിടെയാ? ഭുവനേശ്വർ ആണ് പൂർവതീര റെയിൽവേയുടെ ആസ്ഥാനം. ഇതിന്റെ ഇടയ്ക്ക് ഒരു കാര്യം പറഞ്ഞോട്ടെ, നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജില് ഒരു ഗീവ് അവേ നടക്കുവാണേ. ഗീവ് അവേയുടെ റിസൾട്ട് ജനുവരി മാസം 26, അതായത് ഈ വരുന്ന റിപ്പബ്ലിക് ഡേക്ക് വൈകുന്നേരം 6 മണിക്ക് അനൗൺസ് ചെയ്യുന്നതായിരിക്കും.
അപ്പോൾ ക്യാഷ് പ്രൈസ് ആണ് 3000 രൂപ, 3 പേർക്കായിട്ട് 3000 രൂപ ക്യാഷ് പ്രൈസ് ആണ്, 1000 വെച്ചിട്ട്. അപ്പോൾ വേറെ റൂളും കാര്യങ്ങളും ഒന്നുമില്ല. നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജ് ഫോളോ ചെയ്യുക, ഹർഷിതം എഡ്യൂടെക്കിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഇട്ടേക്കുന്ന ആ വീഡിയോയുടെ താഴെ ഒരു കമന്റ് ഇടുക, 3 പേരെ മെൻഷൻ ചെയ്യുക. ഇത്രയും റൂള് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഞാൻ ഫസ്റ്റ് കമന്റിൽ ലിങ്ക് കൊടുത്തേക്കാം, മസ്റ്റ് ആയിട്ടൊന്ന് ഫോളോ ചെയ്തേക്കാം, ഗിവ് അവേയിൽ പങ്കെടുക്കാം. ഓക്കെ, അപ്പൊ എല്ലാ മാസവും നമ്മൾ ഗിവ് അവേ വെക്കും. അപ്പോ എന്തായാലും ഇൻസ്റ്റഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്കണേ. അടുത്ത ചോദ്യം നോക്കാം. ജോഗ് വെള്ളച്ചാട്ടം ഏത് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നത്? ജോഗ് ഫാൾസ് കർണാടകയിലാണ് ജോഗ് ഫാൾസ് സ്ഥിതി ചെയ്യുന്നത്. സേവാ സദൻ സ്ഥാപകൻ ആരാണ്? PSC പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. BM മലബാറിയാണ് സേവാ സദന്റെ സ്ഥാപകൻ. സോഷ്യൽ സർവീസ് ലീഗ്, ഞാൻ പോൾ ഇട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. സോഷ്യൽ സർവീസ് ലീഗിന്റെ സ്ഥാപകൻ ആരാ? NM ജോഷി. ധർമ്മസഭയുടെ സ്ഥാപകൻ ആരാണ്? രാധാകാന്ത ദേവ് ആണ് ധർമ്മസഭയുടെ സ്ഥാപകൻ. ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി സ്ഥാപകൻ GG അഗാർക്കർ ആണ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. സിനിമയാക്കിയ ആദ്യ മലയാള നോവൽ ഏത്? മാർത്താണ്ഡവർമ്മയാണ് സിനിമയാക്കിയ ആദ്യ മലയാള നോവൽ. ചേരുംപടി ചേർക്കുക, കഥകളി ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കൊട്ടാരക്കര തമ്പുരാനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഓട്ടൻതുള്ളൽ കുഞ്ചൻ നമ്പ്യാരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ചണ്ടാല ഭിക്ഷുകി കുമാരനാശാനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കൃഷ്ണഗാഥ ചെറുശ്ശേരിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഓപ്ഷൻ എ ആണ് ഉത്തരം. കേരളത്തിലെ ഇപ്പോഴത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രി ആരാണ്? കേരളത്തിലെ ഇപ്പോഴത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാനാണ്. അപ്പൊ കേരള മന്ത്രിസഭ, കേരളത്തിലെ മന്ത്രിമാരും വകുപ്പുകളും ഒന്ന് നോക്കിയാലോ. ജെ ചിഞ്ചുറാണി, ഓപ്ഷൻ എ ജെ ചിഞ്ചുറാണിയാണ്. ചിഞ്ചുറാണി കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ മൃഗസംരക്ഷണം, ക്ഷീരവികസനം എന്നിവയാണ്. KN ബാലഗോപാൽ കൈകാര്യം ചെയ്യുന്നത് ധനകാര്യമാണ്. K കൃഷ്ണൻകുട്ടി കൈകാര്യം ചെയ്യുന്നത് വൈദ്യുതി, അനർട്ട് എന്നിവ. OR കേളു കൈകാര്യം ചെയ്യുന്ന പട്ടികജാതി, പട്ടികവർഗ, പിന്നാക്കക്ഷേമം. KB ഗണേഷ് കുമാർ ഗതാഗത വകുപ്പ് മന്ത്രിയാണ്. GR അനിൽ ഭക്ഷ്യ, സിവിൽ സപ്ലൈസ്, ഉപഭോക്തൃകാര്യം, ലീഗൽ മെട്രോളജി മന്ത്രിയാണ്. റോഷി അഗസ്റ്റിൻ, ഓപ്ഷൻ ഡി റോഷി അഗസ്റ്റിൻ ജലവിഭവമാണ് കൈകാര്യം ചെയ്യുന്നത്. V ശിവൻകുട്ടി പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി, പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രിയാണ്. അപ്പൊ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആരാ? R ബിന്ദു ആണ്. PSC പ്രീവിയസ് ക്വസ്റ്റ്യൻ. ഉന്നത വിദ്യാഭ്യാസം അതുപോലെ സാമൂഹ്യനീതി ചോദിച്ചിട്ടുണ്ട്. സാമൂഹ്യനീതി വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് R ബിന്ദു ആണ്. അപ്പം ഈ ഒരു 6 ചോദ്യത്തിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് എത്രത്തോളം റിലേറ്റഡ് ഫാക്ട്സ് ആണല്ലേ കിട്ടിയത്. അപ്പൊ ഇങ്ങനെയാണ് ഓരോ ചോദ്യം പഠിക്കുമ്പോൾ മാക്സിമം റിലേറ്റഡ് ഫാക്ട്സ് കളക്ട് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് നോക്കണം. അടുത്ത ചോദ്യം. ഇന്ത്യയിലെ അഗ്നിപുത്രി എന്നറിയപ്പെടുന്ന ടെസി തോമസിന്റെ ജന്മസ്ഥലം എവിടെയാണ്? ആലപ്പുഴക്കാരിയാണ് ടെസി തോമസ്. കുറച്ച് PYQs നോക്കാം. ഉപദ്വീപീയ നദികളിൽ വെച്ച് ഏറ്റവും നീളം കൂടിയ നദി ഏതാ? ഗോദാവരിയാണ് ഉപദ്വീപീയ നദികളിൽ വെച്ച് ഏറ്റവും നീളം കൂടിയ നദി. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഉപ്പുജല തടാകമായ ചിൽക്ക സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ്? ഒഡീഷയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കാസിരംഗ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? അസമിലാണ് കാസിരംഗ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ഒരു നദിയുടെ 5 പോഷക നദികൾ ചേർന്നാണ് പഞ്ചാബിന് ആ പേര് ലഭിച്ചത്. ഏതാണ് ആ നദി? സിന്ധു നദി. നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനം ഏതാ? എക്കൽ മണ്ണാണ് നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനം. താജ്മഹൽ ഏത് നദിയുടെ തീരത്താണ്? യമുന നദിയുടെ തീരത്താണ് താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യം. ഇന്ത്യൻ കായിക രംഗത്തെ പരമോന്നത പുരസ്കാരം ഏതാണ്? ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡാണ് ഇന്ത്യൻ കായിക രംഗത്തെ പരമോന്നത പുരസ്കാരം എന്ന് ഓർക്കുക. കുറച്ച് ബുദ്ധന്മാരെ പരിചയപ്പെട്ടാലോ. അഭിനവ ബുദ്ധൻ എന്നറിയപ്പെടുന്നത് ആരാ? അംബേദ്കർ ആണ് അഭിനവ ബുദ്ധൻ എന്നറിയപ്പെടുന്നത്. ആധുനിക ബുദ്ധൻ എന്നറിയപ്പെടുന്നത് ആരാ? അതും അംബേദ്കർ ആണ്. രണ്ടാം ബുദ്ധൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ശ്രീനാരായണ ഗുരുവാണ് രണ്ടാം ബുദ്ധൻ എന്നറിയപ്പെടുന്നത്. രണ്ടാം ബുദ്ധൻ എന്ന ശ്രീനാരായണ ഗുരുവിനെ വിശേഷിപ്പിച്ചത് ആരാണ്? G ശങ്കരക്കുറുപ്പാണ് ഇപ്രകാരം വിശേഷിപ്പിച്ചത്. പ്രച്ഛന്ന ബുദ്ധൻ എന്നറിയപ്പെടുന്നത് ശങ്കരാചാര്യർ. മഹാഭാരതത്തിൽ പോർബന്ദർ അറിയപ്പെട്ടിരുന്ന പേരെന്താ? സുധാമാപുരി എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. സുധാമാപുരി. ബഗ്ലിഹാർ ഡാമിനെ കുറിച്ചുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന രാജ്യങ്ങൾ ഏതെല്ലാമാണ്? ഇന്ത്യയും പാകിസ്ഥാനും. ജനറൽ ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ദേശസാൽക്കരിക്കപ്പെട്ട വർഷം ഏതാ? 1972. അടുത്ത ചോദ്യം നോക്കാം. 2023 ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് നേടിയ മലയാള സിനിമാ നടൻ ആരാണ്? മോഹൻലാലിനാണ് 2023 ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചത്. കേരള നവോത്ഥാന രംഗത്ത്
ധാരാളം മാറ്റങ്ങൾക്ക് വഴിതെളിയിച്ച അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന പ്രസിദ്ധമായ നാടകം രചിച്ചത് ആര്? VT ഭട്ടതിരിപ്പാടാണ്. VT ഭട്ടതിരിപ്പാട്. ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളിൽ ഉൾപ്പെടാത്ത രാജ്യം ഏത്? ഉൾപ്പെടാത്തത് താജിക്കിസ്ഥാൻ ആണ്. താജിക്കിസ്ഥാൻ. ഉത്തരപർവ്വത മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഹിമാചൽ പ്രദേശ്, ടിബറ്റ് എന്നിവയെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രധാന ചുരം ഏതാ? ഷിപ്കില ചുരമാണ്. ഷിപ്കില ചുരം. PYQസിലോട്ട് തിരിച്ചു വരാം. പഞ്ചായത്തി രാജ് നിയമം അതായത് 73, 74 ഭരണഘടനാ ഭേദഗതിയാണ് നിലവിൽ വരുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരായിരുന്നു? PV നരസിംഹറാവു ആയിരുന്നു. PV നരസിംഹറാവു. ബംഗാൾ ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ ഭാഗമായ കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? ആൻഡമാൻ നിക്കോബാർ ദ്വീപാണ്. ആൻഡമാൻ നിക്കോബാർ ദ്വീപ്. ഇനി മഹാഭാരതത്തിൽ പ്രതിപാദിക്കുന്ന കുരുക്ഷേത്രം ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഹരിയാനയിലാണ് കുരുക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എന്നോർക്കുക. 1918 ആദ്യത്തെ ആധുനിക ട്രേഡ് യൂണിയൻ ഇന്ത്യയിൽ സ്ഥാപിച്ചതാരാണ്? BP വാഡിയയാണ്. BP വാഡിയ. അടുത്ത ചോദ്യം, കാരക്കോറം പർവ്വതനിരയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. ഇതിൽ 1ഉം 3ഉം ശരിയാണ്. കാരക്കോറം പർവ്വതനിരയിലാണ് ഗോഡ്വിൻ ഓസ്റ്റിൻ സ്ഥിതി ചെയ്യുന്നത്. കാരക്കോറം പർവ്വതനിരയുടെ തുടർച്ചയാണ് ടിബറ്റിലെ കൈലാസ പർവ്വതനിരകൾ. താഴെ തന്നിരിക്കുന്നവയിൽ ഉപദ്വീപീയൻ നദികളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? നർമ്മദ നദി ഉത്ഭവിക്കുന്നത് ഛത്തീസ്ഗഡിലെ മൈക്കല മലനിരകളിൽ നിന്നാണ്. ഉപദ്വീപീയൻ നദികൾക്ക് അപരദന തീവ്രത താരതമ്യേന കുറവാണ്. ഇത് രണ്ടുമാണ് ശരി. ഒഡീഷയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട ഇരുമ്പയിര് ഖനന മേഖല ഏത്? സുന്ദർഗഡ് ആണ്. സുന്ദർഗഡ്. ദേശീയ ജലപാത NW3 കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? കേരളത്തിലൂടെയാണ് കടന്നു പോകുന്നത് NW3. ഇന്ത്യയിലെ പ്രധാന ആണവോർജ നിലയമായ റാവത് ഭട്ട സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? രാജസ്ഥാനിലാണ് റാവത് ഭട്ട സ്ഥിതി ചെയ്യുന്നത്. ഇനി കുറച്ച് PYQs നോക്കാം. കോൺഗ്രസ് അധ്യക്ഷ പദം അലങ്കരിച്ച വനിതകൾ ആരൊക്കെയാണ്? 5 പേരാണ് ഇതുവരെ കോൺഗ്രസ് അധ്യക്ഷ പദം അലങ്കരിച്ച വനിതകൾ. ആരൊക്കെയാണ്? ആനി ബസന്റ്, സരോജിനി നായിഡു, നെല്ലിസൺ ഗുപ്ത, ഇന്ദിരാഗാന്ധി, സോണിയ ഗാന്ധി എന്നിവരാണ്. ദി ലീഡർ എന്ന പേരിൽ പത്രം പ്രസിദ്ധീകരിച്ച കോൺഗ്രസ് നേതാവ് ആരാണ്? മദൻ മോഹൻ മാളവിയാണ്. മദൻ മോഹൻ മാളവ്യ. സാരേ ജഹാംസെ അച്ച ഹിന്ദുസ്ഥാൻ ഹമാര എന്ന ദേശഭക്തി ഗാനത്തിന്റെ രചയിതാവ് ആരാണ്? മുഹമ്മദ് ഇക്ബാൽ. അല്ലാമ മുഹമ്മദ് ഇക്ബാൽ. അടുത്ത ചോദ്യം, മഹാരാഷ്ട്രയിലെ റോഹ മുതൽ കർണാടകത്തിലെ മംഗലാപുരം വരെയുള്ള സഞ്ചാരപാതയിൽ കൊങ്കൺ റെയിൽവേ പിന്നിടുന്ന നദികളുടെ എണ്ണം എത്രയാണ്? 146 നദികളാണ് പിന്നിടുന്നത്. ബംഗാളിലെ ആദ്യകാല വർത്തമാന പത്രം ഏതാ? സുലഭ് സമാചാർ ആണ്. താഴെ തന്നിരിക്കുന്നവയിൽ റാബി വിള അല്ലാത്തത് ഏത്? റാബി വിള അല്ലാത്തത് പരുത്തിയാണ്. പരുത്തിയാണ് റാബി വിള അല്ലാത്തത്. പരുത്തി ഒരു ഖാരിഫ് വിളയാണ്. സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമായ ബ്രഹ്മസമാജത്തെ പറ്റിയുള്ള ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ജാതി വ്യവസ്ഥ നിർമ്മാർജ്ജനം ചെയ്യും, സ്ത്രീകൾക്കെതിരായ വിവേചനം അവസാനിപ്പിക്കും, സതി, ശൈശവ വിവാഹം എന്നിവ അവസാനിപ്പിക്കുക. ഇത് 3 അടുത്ത ചോദ്യം ഡിലീറ്റഡ് ആണ്. ഗാന്ധിജിയുടെ ബഹിഷ്കരണ സമര രീതിയെ എതിർത്തുകൊണ്ട് 1923 സ്വരാജ് പാർട്ടിക്ക് രൂപം നൽകിയ നേതാക്കൾ ആരെല്ലാം? CR ദാസും മോത്തിലാൽ നെഹ്റുവാണ്. CR ദാസും മോത്തിലാൽ നെഹ്റു. അടുത്ത ചോദ്യം, സ്ത്രീകളുടെ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി 1916 മഹാരാഷ്ട്രയിൽ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് ആരുടെ നേതൃത്വത്തിൽ? DK കാർവെയുടെ നേതൃത്വത്തിൽ. സ്വാതന്ത്ര്യ സമര കാലത്ത് ഇന്ത്യക്കാരിൽ ദേശസ്നേഹം വളർത്തുന്നതിൽ നിർണായക പങ്ക് വഹിച്ച ഭാരതമാത എന്ന ചിത്രം വരച്ചത് ആരാണ്? ഭാരതമാത എന്ന ചിത്രം വരച്ചത് അബനീന്ദ്രനാഥ ടാഗോർ ആണ്. അബനീന്ദ്രനാഥ ടാഗോർ. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് കരുത്തു പകർന്ന പ്രാദേശിക പത്രങ്ങളെ നിയന്ത്രിക്കുന്നതിനു വേണ്ടി ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന പ്രാദേശിക ഭാഷാ പത്ര നിയമം നിലവിൽ വന്ന വർഷം ലിട്ടൺ പ്രഭുവാണ് കൊണ്ടുവന്നത്. വെർണക്കുലർ പ്രസ് ആക്ട് 1878. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ആദ്യ തെരഞ്ഞെടുപ്പ് നടന്ന വർഷം ഏതാണ്? 1951-52 കാലഘട്ടത്തിലാണ്. ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ രൂപീകരിച്ചപ്പോൾ ചെയർമാനും മറ്റ് അംഗങ്ങളും ആരെല്ലാമായിരുന്നു? ഫസൽ അലി, KM പണിക്കർ, HN ഖുൻസ്രു എന്നിവരായിരുന്നു. സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന സംഭവങ്ങളെ കാലഗണനാ ക്രമത്തിൽ ആക്കുക. ആദ്യം നടന്നത് കുണ്ടറ വിളംബരം, രണ്ടാമത് മലയാളി മെമ്മോറിയൽ, മൂന്നാമത് മാപ്പിള ലഹള, വൈക്കം സത്യാഗ്രഹം. ഓപ്ഷൻ D ആണ് ഉത്തരം.
സ്വാതന്ത്ര്യാനന്തരം ബഹിരാകാശ ഗവേഷണ രംഗത്ത് ഇന്ത്യയുടെ പര്യവേഷണങ്ങളെ പറ്റിയുള്ള ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ്? 1962 ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സമിതി രൂപീകരിച്ചു. 1969 ISRO രൂപീകരിച്ചു. 1975 ആര്യഭട്ട എന്ന ഉപഗ്രഹം വിജയകരമായി വിക്ഷേപിച്ചു. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഓക്കെ, ഇനി കുറച്ച് PYQs നോക്കാം. 2005 എന്ന വർഷം ഏതൊക്കെ സംഭവങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ദേശീയ തൊഴിലുറപ്പ് നിയമം പ്രാബല്യത്തിൽ വന്ന വർഷം. ഇനി ഇന്ത്യ ഗവൺമെന്റ് ഭാരത് നിർമ്മാൺ പദ്ധതി ആരംഭിച്ച വർഷം. ഇന്ത്യയിൽ വിവരാവകാശ നിയമം നടപ്പിലാക്കിയ വർഷം. വാറ്റ് എന്ന പേരിൽ വിൽപ്പന നികുതി ഇന്ത്യയിലെ ഭൂരിഭാഗം സംസ്ഥാനങ്ങളിലും ഏർപ്പെടുത്തിയ വർഷം. സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയാനുള്ള ഗാർഹിക പീഡന നിരോധന നിയമം പാസാക്കിയ വർഷം. ഇവയെല്ലാം 2005 ആണ്. ഓക്കെ, അപ്പോ ഒറ്റ ക്ലാസ്സിൽ നിന്ന് 100-ലധികം ചോദ്യങ്ങൾ നിങ്ങൾക്ക് കിട്ടിയില്ലേ? അപ്പൊ ഇങ്ങനത്തെ ക്ലാസ്സുകൾ ഒന്നും മിസ്സാക്കരുത്. നമ്മുടെ ചാനൽ തുടരെ ഇനി ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. പരീക്ഷയ്ക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും ഉണ്ടായിരിക്കും. നമ്മുടെ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ കമ്പനി LGSന്റെ ബാക്കി എല്ലാ കോഴ്സുകളും അഡ്മിഷൻ ഓപ്പൺ ആണ്, നടന്നു വരികയാണ്. അപ്പൊ ഇനി ലിമിറ്റഡ് സീറ്റ്സ് മാത്രമേ ബാക്കിയുള്ളൂ. എത്രയും വേഗം തന്നെ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ കയറി ജോയിൻ ചെയ്തോട്ടെ. വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഫീസാണ് കമ്പനി LGSനൊക്കെ. 1399 മാത്രമേ ഉള്ളൂ. പ്രിലിംസും മെയിൻസ് ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് കമന്റ് ഒന്ന് ചെക്ക് ചെയ്തേക്കാം. ആപ്പിന്റെയും ഇൻസ്റ്റാഗ്രാമിന്റെയും ഒക്കെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.